വേണ്ടി സ്വാതന്ത്ര്യത്തിന് ആറാൻ വേണ്ടി കച്ചവടത്തിന്റെ വർക്കത്തിന് വേണ്ടി വിദേശരാജ്യത്തറിയുന്ന ഭർത്താവിന് വേണ്ടി മരിച്ചുപോയ മക്കൾക്ക് വേണ്ടി കൂടപ്പുറത്തിന് വേണ്ടി അങ്ങനെ നൂറുകണക്കിന് ആവശ്യങ്ങൾ പറഞ്ഞ് പ്രസിദ്ധ സ്വർണ്ണാഭരണങ്ങൾ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. 10,000 രൂപ വെച്ച് പറഞ്ഞ 10,000 വരുന്ന സഹോദരങ്ങളെ തുറക്കി നീ കബൂലാക്കണേ അല്ലാ. Vietnam. اللهم صل على محمد اللهم صل عليه وسلم. അല്ലാഹുവേ പടച്ചവനെ ഇതും അലിയും പറഞ്ഞിട്ട് പോലും കേട്ടെന്ന് പറഞ്ഞിട്ട് പോലും 6 സ്വർണ്ണമോതിരമാണ് അല്ലാഹുവേ ഈ അനുഗ്രഹത്തിന്റെ മജ്‌ലിസിലേക്ക് പാവപ്പെട്ട സഹോദരിമാർ ഒരു കമ്മലോട് കൂടി കൊടുത്തത് അവരെ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് മരണപ്പെട്ട ഖബറിലേക്ക് പോയി അവരുടെ സ്വർഗീയമായ ആവരണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. മരിച്ചുപോയ പെങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. 10,000 മകന്റെ സ്വഭാവം നന്നാകാൻ ഒരു ഉമ്മ ഒരു സ്വർണ്ണമോതിരം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ മരിച്ചുപോയ പെങ്ങൾക്ക് വേണ്ടി 11,000 രൂപ കൊടുത്ത സഹോദരനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ആ പെങ്ങളുടെ ഖബറിൽ കാലമാക്കണേ അല്ലാ. ആ പെങ്ങൾക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. 11,000 രൂപ സ്വർഗ്ഗത്തിലെ സഹോദരന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവരെയും അങ്ങേർ ആപത്ത് മുസീബത്തുകളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. ഈമാനോടുകൂടി ജീവിക്കാൻ, ഈമാൻ ധരിക്കാൻ, വിജയനാത്മാക്കാൻ 6,000 പിന്നെ ദുആ ചെയ്യാൻ ഞാൻ വീഡിയോയിലേക്ക് ഞാൻ സംഘാടകരോടാണ് ഏൽപ്പിച്ചിട്ടുണ്ട്. സംശയം മറുപടി കൊടുക്കണം. അല്ലാഹു വിജയിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളൊക്കെ മാറ്റി തരട്ടെ. നാളെ സലാം എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടിക്ക് ഷുഗർ ഉണ്ട്. അത് മാറി കിട്ടാൻ വേണ്ടി ഈ അനുഗ്രഹത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു. ആ പൊന്നുമോൾ പിന്നിപ്പാറ് കൊടുക്കണേ അല്ലാ. രോഗശാന്തി കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. സ്വസ്ഥത കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നാളെ രാവിലെ പോയ ടെസ്റ്റ് നടത്തുമ്പോ അത്ഭുതകരമായി ആ രോഗത്തിന്റെ ഒരു അംശം പോലും നീ കൊടുക്കല്ലേ തമ്പുരാനെ. ആ നീ പറയുന്നത് കളിച്ച കാര്യമല്ല, തമാശയല്ല. സ്വർണം വാങ്ങിയിട്ട് കാരണമില്ല. അല്ലാഹുവേ മറ്റായിക്കന്മാരുടെ കാപ്പിറോത് കിട്ടുന്ന 2.5 മണിക്കൂർ മഴ മാറ്റി തന്ന ദുആ ചെയ്തപ്പോ കറക്റ്റ് 2.5 മണിക്കൂർ മാറ്റി തന്ന അല്ലാ കരഞ്ഞുകൊണ്ട് മാലിക്കലിയാറിന്റെ മക്കാമിനെ മുന്നിൽ അല്ലാഹുവിന്റെ പാവപ്പെട്ട ജനങ്ങൾക്ക് വഴങ്ങു പറയാൻ 2.5 മണിക്കൂർ മഴ മാറ്റി ഫലമെന്ന് പറഞ്ഞപ്പോ കറക്റ്റ് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തുറത്ത് ആ മഹാന്റെ കലാമത്തിനെയും പ്രവർത്തനേ ഉള്ളോ. നമ്മുടെ ഉസ്താദുമാരുടെ കലാമത്തിനെയും പ്രവർത്തനേ ഉള്ളോ. ആ കലാമത്ത് വെച്ചുകൊണ്ട് നാഥാ ഈ പാവപ്പെട്ട ചെയ്തലായുന്ന പൊന്നുമോൾക്ക് പൂർണ്ണമായ ആഫിയത്തുകളല്ല. മാറാനെ കടം വിടാൻ ഇത്രയും പെട്ടെന്ന് ആ മുറാദ് ആസ്വദിക്കട്ടെ. പാടരോഗം മാറ്റി കൊടുക്കട്ടെ. ഉമ്മാന്റെ മുട്ടുവേദന മാറി കിട്ടാൻ വേണ്ടി 2005 സ്വീകരിക്കട്ടെ. ആ വേദന പ്രയാസമുള്ള മാറ്റി എനിക്കൊരു മകൻ അള്ളാഹു ആ സങ്കടം മാറ്റി വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ. 10,000 നഫീസ എന്ന് പറയുന്ന ഒരു സഹോദരി അള്ളാഹു താല ഒരുപാട് പറയണം. 12 വയസ്സുള്ള ഊമയായ സ്വാലിഹായ ഭർത്താവിനെ ലഭിക്കാൻ ദുആ ചെയ്യുക. അല്ലാഹുവേ സല്ലല്ലാഹു അലാ മുഹമ്മദ് 32 വയസ്സായി സാധിക്കാൻ കഴിയില്ല. ഭർത്താവിന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ ശ്വാസം മുട്ടുമാറാൻ വേണ്ടി പറഞ്ഞ് മാറ്റിക്കൊടുക്കണേ അല്ല. ഒരുമ്മയും മകളും ഹജ്ജിൽ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവിനെ നീ നിറവേറ്റി കൊടുക്കണേ അല്ല. 23 വർഷം ഭർത്താവില്ലാതെ കുട്ടിക്കരഞ്ഞു പോലെ കുടുംബത്തിന് നീ സഹായിക്കണേ അല്ല.
നിങ്ങളൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു സഹോദരൻ 2 കമ്മൽ, ഒരു സഹോദരി ഒരു മോതിരം, വേറൊരു സഹോദരി ഒരു മോതിരം, ഒരു സഹോദരി 2 കമ്മൽ, വേറൊരു സഹോദരി മോതിരം. സ്വർണ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൊടുത്താൽ മതി. ഇവിടെ എത്താത്തത് കൊണ്ടുവരുന്നവർ അള്ളാഹുമായിട്ടായി നിർബന്ധമായി എത്തിയിട്ടുണ്ട്. അള്ളാഹു തരം സ്വീകരിക്കട്ടെ. ഒരു വലിയ സ്വർണ്ണാഭരണം, സ്വർണ്ണത്തിന്റെ കുന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു പാവപ്പെട്ടവർക്ക് വലിയ ജീവിതം അള്ളാഹു മാറാകട്ടെ. ഇൻഷാല്ലാഹ് ബാക്കി ചെറുതും വലുതുമായി ഒരുപാട് ആവശ്യങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. ഒരു വർഷത്തോളമായി ഒരു ഭാഗം തളർന്നു കിടപ്പിലായിരുന്ന രോഗം മാറാൻ അല്ലാഹുവേ ഇത്രയും പെട്ടെന്ന് ഇത് മാറ്റി കൊടുക്കണേ. 6,000, 5,000, 10,000 ഒക്കെ ആയി പലരും കൊടുത്തു. അതിന് മുമ്പ് 100, 200, 500 ഒക്കെ ആയി സ്വർണവും മറ്റൊക്കെ എഴുതി കൊടുത്തു. അവരെ ഒന്നും മറന്നിട്ടില്ല. അവർക്കൊക്കെ ദുആ ചെയ്യും. ഇൻഷാല്ലാഹ് മഴയ്ക്ക് മുമ്പ് നമുക്ക് ദുആ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാളം കാണിക്കുന്നത്. പെട്ടെന്ന് ഒരു 5 മിനിറ്റുള്ളിൽ പിരിവ് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. അള്ളാഹു പറഞ്ഞ സുദഖ ചെയ്ത മുഴുവൻ പേരുടെയും മനസ്സിൽ അള്ളാഹു സമാധാനം. അപ്പോൾ അതുപോലെ തന്നെ ഇൻഷാല്ലാഹ് ഈ സ്ഥലത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇത് കൊടുക്കാൻ 10,000 കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ പാവപ്പെട്ടവരാ. സ്വർണം തരാൻ നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ പാവപ്പെട്ടവരാ. അങ്ങനെ ധാരാളം പേര് ഒരുപാട് പേര് പാവപ്പെട്ടവർ ഈ സ്ഥലത്തുണ്ട്. അവരെയൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന 6,064 ഒരു സഹോദരൻ തന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ സഹോദരന്റെ മനസ്സല്ലാഹു വിശാലമായി സഹോദരി 6,064 രൂപ. അള്ളാഹു നിങ്ങൾക്ക് ജീവിത വിജയം കൊടുക്കട്ടെ, ഉന്നത വിജയം കൊടുക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നമ്മൾ 2 ദിവസം ഈ മഴ കൊണ്ട് മാറിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്റെ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സമയത്ത് തിരക്കായതുകൊണ്ടാണ്. അള്ളാഹു സ്ഥാപനത്തെ വളർത്തട്ടെ. അൽഹംദുലില്ലാഹ് അവർ യാസീൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആയിരുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട തഫ്സീറുൽ ഖുർആൻ പഠിക്കുന്ന തർബിയത്തുൽ ബനാത്തിലെ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അൽഹംദുലില്ലാഹ് അസാർത്ഥമായിട്ട് ദുആ ചെയ്തു. അവര് സൗഭാഗ്യം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മാറ്റിത്തന്നത്. അൽഹംദുലില്ലാഹ് ആ പ്രിയപ്പെട്ട ആ സ്ഥാപനത്തിന് നല്ലത് ഉടനെ നടക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഡിസംബർ മാസത്തിലാണ്. എത്താൻ കഴിയില്ല, ഡേറ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് തിരക്കുകൊണ്ടാണ്. ഇൻഷാഅല്ലാഹ് അല്ലാഹു തആല ആ പരിപാടി പൂർണ്ണമായി വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവർ ആത്മാർത്ഥമായി 2 ദിവസവും ഈ പാവപ്പെട്ടവരുടെ മനസ്സിൽ മനസ്സിലെ ഭയം മാറുന്നതിന് വേണ്ടി ഒരു സ്വർണ്ണമോതിരം ഒരു സഹോദരി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ ആ ഭയം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആ വിഷമം നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. സർവ്വവിധ സന്തോഷവും സമാധാനവും ധൈര്യവും ആ മനസ്സിൽ കൊടുക്കണേ അല്ലാഹ്. നാളെ വരുമ്പോൾ കാര്യമായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും. അള്ളാഹു ഇതിനെ സമയമില്ല. ഈ ദൂരിൽ നിന്ന് വരുന്നവർക്ക് പ്രഭാഷണ വിഷയം പൂർത്തിയായി കേൾക്കണം. അതുകൊണ്ട് വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. ആ വിഷയത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞു നിർത്തിയത് ദൂർത്തടിക്കുന്ന കാര്യമാണ്. അതിലേക്ക് മടങ്ങി വരാൻ പോകുന്ന ഒരു 3 കലാം. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നിക്കാഹ് കഴിയുമ്പോൾ സ്വാഭാവികമായി മനസ്സുകൊണ്ട് തോന്നുന്നതാണ്, പണമുണ്ടല്ലോ, പവറുണ്ടല്ലോ, ആരെ പേടിക്കണം, ആരെ ഭയക്കണം, എനിക്ക് ചിലവഴിക്കാം, എന്റെ ഭാര്യയുടെ ശരീരത്താഭരണമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനും വിറ്റുപറച്ച് കടിച്ചു പൊടിച്ച് ആടിച്ചു വെറുത്തു ജീവിക്കുമ്പോ പിന്നീടൊരു കഷ്ടപ്പാടിന്റെ കാലം വരുമ്പോ ഭാര്യ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, എന്നോട് സ്നേഹമില്ല. ഭാര്യയുടെ കുടുംബക്കാരെ ചിന്തിക്കുന്നു, എന്നോട് സ്നേഹമില്ല. അതുകൊണ്ട് ഒരു മനോഹരമായ ചരിത്രം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. പണത്തിന് വേണ്ടി ആരെയും സ്നേഹിക്കല്ല പെങ്ങളെ, പണത്തിന് വേണ്ടി സ്നേഹിക്കല്ല ചെറുപ്പക്കാരാ. മനസ്സു മാറി ഇണങ്ങി ചേരുന്ന കുടുംബ ജീവിതമുണ്ടല്ലോ. ഭർത്താവിന്റെ സ്വഭാവം നന്നാവാ. വിരൽത്തുമ്പിൽ കിടന്ന സ്വർണ്ണമോതിരം തന്ന പെങ്ങളെ, ആ പെങ്ങൾക്ക്